ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കൂട്ടി ഫസ്റ്റ് ടൈം നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യവും, പിന്നെ നമ്മളിങ്ങനെ പോകുന്നതിനിടയിൽ നമ്മളെ വണ്ടി കംപ്ലൈൻറ്റ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ രാവിലെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ ചോക്ക് ഇവിടെയാണ് അറിയാലോ. അപ്പൊ ചോക്ക് കൊടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചോക്ക് കൊടുക്കുമ്പോൾ പെട്രോൾ നമുക്ക് കൂടുതൽ നമുക്ക് വണ്ടിക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടും അത് വണ്ടി എന്ന് വെച്ചാൽ ഏത് വണ്ടിയായാലും അതേ രീതിയാണ്. അപ്പൊ ഞാൻ സ്കൂട്ടീനെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ സ്കൂട്ടിന്ന് എടുത്ത് പറയുന്നതാണ്. അപ്പോൾ സ്കൂട്ടിക്ക് നമുക്ക് പെട്ടെന്ന് പെട്രോള് കിട്ടും, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ടായി കിട്ടും. ഇപ്പൊ ഇത് എന്റെ സ്കൂട്ടി നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഞാൻ 2 ദിവസമായി ഇപ്പോൾ ഈ എന്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാതെ. ഞാനൊന്ന് ബ്രേക്ക് പിടിച്ചിട്ട് ഞാനൊന്ന് സ്റ്റാർട്ടായി കാണിച്ചു തരാം. ചോക്കിടാതെ സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. കാണുന്നില്ലേ, സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ നമ്മളൊന്ന് ചോക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റാർട്ടായി നോക്കാം. ചോക്ക് ഫുൾ വലിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ബ്രേക്ക് പിടിക്കുക. നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞു. ചോക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് വണ്ടി സ്റ്റാർട്ടായി കിട്ടും. പിന്നെ അത് മാത്രമല്ല, കുറച്ച് റേസിങ് കുറച്ച് കൂടുതലുണ്ടാവും ചോക്ക് കൊടുത്തിട്ടാകുമ്പോൾ. പിന്നെ എപ്പോഴും മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചോക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് താഴ്ത്തി വെച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അതൊരിക്കലും മറക്കരുത്. നമ്മുടെ വണ്ടി എപ്പോഴും രാവിലെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടി മൂവ് ചെയ്ത് പോകരുത്. ഒരു 30 സെക്കൻഡെങ്കിലും, 1 മിനിറ്റ് 30 സെക്കൻഡെങ്കിലും ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ വെക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ വണ്ടി മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ചോക്ക് കൊടുത്തിട്ടുള്ളത്, ചോക്ക് കൊടുക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ റൈസിങ് ഇച്ചിരി കൂടുതലാണ് ചോക്ക് കൊടുത്തിട്ട് ഉണ്ടാകുമ്പോൾ. അപ്പൊ ഞാൻ ചോക്ക് ഓഫ് ചെയ്യുവാണ്. ഇപ്പൊ അതിന്റെ സൗണ്ട് മാറി. ആക്സിലേറ്ററിന്റെ ഇത് റൈസിങ് കുറച്ച് കുറഞ്ഞ രീതിയിൽ സൗണ്ട് കേൾക്കുന്നില്ലേ. നമ്മുടെ വണ്ടി നമ്മൾ ഓടിക്കുന്നതിനിടയിൽ നമ്മൾ കേടായി കഴിഞ്ഞാൽ, ഓടിക്കുന്നതിനിടയിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ആവുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ടൈം നോക്കേണ്ടത് ഈ മീറ്ററാണ്. ഈ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിൻ്റെയാണ്. ഇത് പെട്രോൾ തീർന്നെന്ന് ആദ്യം നോക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് നോക്കിയാൽ മതി. ചിലപ്പോൾ പെട്രോൾ തീർന്നിട്ട് ഓഫ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷെൽഫ് അടിക്കുമ്പോൾ ടിക് ടിക്ക് എന്നുള്ള ഒച്ച മാത്രമേ കേൾക്കുന്നു. ഷെൽഫ് ഫുൾ അടിക്കുന്ന സൗണ്ട് കേൾക്കില്ല. ടിക് ടിക്ക് മാത്രമേ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ബാറ്ററിന്റെ കംപ്ലൈന്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെൽഫ് മോട്ടറിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ എന്ന് വെച്ചാൽ ഈ ടിക് ടിക്ക് സൗണ്ട് അല്ലാതെ ഈ നമ്മൾ സാധാരണ ഷെൽഫ് അടിക്കുന്ന സൗണ്ട് ഇല്ല, നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്നില്ലേ, ആ ഒരു സൗണ്ടില്ലേ, ആ ഷാർട്ടാവുന്നില്ല. നമ്മൾ നീട്ടി അടിക്കരുത്, ഒരിക്കലും നീട്ടി അടിക്കരുത്. അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2-3 പ്രാവശ്യം നീട്ടി അടിക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെക്കാനിക്കിനെ വിളിക്കുക. കാരണം എന്ന് വെച്ചാൽ ഷെൽഫ് മോട്ടറിന്റെ കംപ്ലൈന്റ് ആയിരിക്കാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നീറ്റ് അടിച്ച് നമ്മൾ ഒരു 5-6 വട്ടം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ നീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂട്ടീന്റെ ഷെൽഫ് മോട്ടർ കൂടി കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ കൂടുതലും അതിൽ കൂടെ റിസ്ക് എടുക്കുന്നതിനേക്കാളും നമുക്ക് മെക്കാനിക്കിനെ വിളിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മളെ മെക്കാനിക്കിനെ വിളിക്കുക. ഇപ്പൊ നമ്മള് ബാറ്ററിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ, നമ്മൾ ഈ ഷെൽഫ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററിന്റെ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കിക്കർ ചവിട്ടുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റാൻഡ് ഇടുന്നതായിരിക്കും നല്ലത്. അഥവാ നമുക്ക് ഡബിൾ സ്റ്റാൻഡ് ഇട്ടില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും നമുക്ക് കിക്കർ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാറ്ററിന്റെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കിക്കർ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടാവും.
സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുക. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് വണ്ടി അവിടെ ലോക്ക് ചെയ്തിട്ട് നമ്മളെ വേറെ ബസ്സോ ഓട്ടോയോ പിടിച്ചിട്ട് നമ്മളെ കാര്യത്തിലേക്ക് നമ്മൾ പോകും. പക്ഷെ ഞാനും അതേ രീതിയാണ്. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ലെന്ന് ജസ്റ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ വരാൻ പറയും. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ പോകും. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് സാധാരണ എല്ലാം, എൻ്റെ ഹസ്ബൻഡായാലും എൻ്റെ അനിയനായാലും സാധാരണ എല്ലാം നോക്കി ശരിയാക്കാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ആവാറില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അനിയനും ഒക്കെ അറിയുന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ആവാറില്ല. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഹെൽപ്പിന് ആളെ കിട്ടണം എന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഞാൻ ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം നിങ്ങളുടെ കൂടെ ഞാൻ വരാം. താങ്ക് യു.